ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രണവും ശ്രീ ആർട്സ്. ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ സങ്കടഹര ചതുർത്ഥിയെ പറ്റിയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. സംകഷ്ടി ചതുർത്ഥി എന്നും സംകഷ്ടി എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഹിന്ദു കലണ്ടറിലെ എല്ലാ ചാന്ദ്രമാസത്തിലും ഹിന്ദു ദൈവമായ ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു പുണ്യദിനമാണ് സങ്കടഹര ചതുർത്ഥി ദിവസം. സംകഷ്ടി എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം പ്രശ്നങ്ങളിൽ നിന്നോ ദുഃഖകരമായ സമയങ്ങളിൽ നിന്നോ ഉള്ള മോചനം എന്നാണ്. അതിനാൽ ഈ ദിവസം ഗണപതിയെ ആരാധിക്കുന്നത് വരും കാലങ്ങളിൽ നിങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും നൽകുമെന്ന് അർത്ഥമാക്കുന്നു. സംകഷ്ടി ചതുർത്ഥി വ്രത കഥ നോക്കാം. സംകഷ്ടി ചതുർത്ഥിയുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട്. ഗണേശനെ നിരന്തരം ചിന്തിച്ചിരുന്നതിനാൽ ആനയുടെ തുമ്പിക്കൈ ഉണ്ടായിരുന്ന ഒരു മുനി ഭൃഷുണ്ഡി എന്നായിരുന്നു. ഭക്തി കാരണം അദ്ദേഹം വളരെ ശക്തനായിരുന്നു. അതിനാൽ അനുഗ്രഹം വാങ്ങാൻ ധാരാളം ആളുകൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. ഒരിക്കൽ ഇന്ദ്രൻ മുനിയെ സന്ദർശിക്കാൻ വരികയും തൻ്റെ സ്വർഗീയ പറക്കലിൽ തൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തു. ശൂർസേന രാജാവിൻ്റെ രാജ്യത്തിലൂടെ പറക്കുമ്പോൾ ആ രാജ്യത്തെ ഒരു പാപി ഇന്ദ്രൻ്റെ പറക്കലിനെ നോക്കി. പാപകരമായ നോട്ടം കാരണം ഇന്ദ്രൻ്റെ ശക്തി നഷ്ടപ്പെട്ട് നിലത്തു വീണു. ശൂർസേന രാജാവ് ഇന്ദ്രനെ വന്ദിക്കാൻ ഓടിയെത്തി അനുഗ്രഹം വാങ്ങി. തൻ്റെ രാജ്യത്ത് ഒരു പാപി കാണിച്ച പാപകരമായ നോട്ടം കാരണം അവൻ്റെ പറക്കലിൻ്റെ ശക്തി നഷ്ടപ്പെട്ടുവെന്നും അതിനാൽ അത് വീണ്ടും പറക്കാൻ കുറച്ച് പുണ്യം നൽകേണ്ടതുണ്ടെന്നും ഇന്ദ്രൻ പറഞ്ഞു. തലേ ദിവസം സംകഷ്ടി ചതുർത്ഥി ആയിരുന്നു. അതുകൊണ്ട് സംകഷ്ടി ചതുർത്ഥി വ്രതം അനുഷ്ഠിച്ച് പുണ്യം നേടി ആർക്കെങ്കിലും ആ പുണ്യം നൽകാൻ കഴിഞ്ഞാൽ ആ രാജ്യം വിട്ടിട്ട് വീണ്ടും പറന്നു പോകാമെന്ന് ഇന്ദ്രൻ പറഞ്ഞു. പട്ടാളക്കാർ രാജ്യം മുഴുവൻ തിരഞ്ഞപ്പോഴും ആരും വ്രതം അനുഷ്ഠിച്ചില്ലെന്ന് കണ്ടെത്തി. ആ സമയത്ത് ഗണേശ ഭഗവാന്റെ പടയാളികൾ ആ ദിവസം രാവിലെ മരിച്ചുപോയ ഒരു പാപിയെ സ്വാനന്ദ ലോകത്തിലേക്ക് ഗണേശ ഭഗവാന്റെ വാസസ്ഥലത്തേക്ക് ചുമന്നുകൊണ്ടുവരികയായിരുന്നു. പാപിയെ എന്തിനാണ് ചുമക്കുന്നത് എന്ന് ഇന്ദ്രൻ ചോദിച്ചു. പാപിക്ക് കഴിഞ്ഞ ദിവസം സംകഷ്ടി ചതുർത്ഥി അസുഖം ബാധിച്ചിരുന്നുവെന്നും അതിനാൽ രാവിലെ മരിക്കുന്നതുവരെ ദിവസം മുഴുവൻ ഒന്നും കഴിച്ചിട്ടില്ലെന്നും പട്ടാളക്കാർ മറുപടി നൽകി. അതിനാൽ ആ ദിവസം അവർ അബദ്ധവശാൽ ഉപവാസിച്ചെങ്കിലും അവളുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയാൻ ഗണേശൻ്റെ വാസസ്ഥലത്ത് ഒരു സ്ഥാനം നേടാനും ആവശ്യമായ പുണ്യങ്ങൾ അവൾ നേടിയിരുന്നു. ഈ സമയത്ത് പാപിയുടെ ശരീരത്തിൽ സ്പർശിച്ച വായു ഇന്ദ്രൻ്റെ വിമാനത്തിൽ സ്പർശിക്കുകയും വിമാനം വീണ്ടും പറക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിനാൽ സംകഷ്ടി ചതുർത്ഥി ആചരിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യങ്ങൾ വളരെ വലുതാണെന്ന് പറയപ്പെടുന്നു. വിഘ്നങ്ങൾ എല്ലാം അകറ്റുന്ന വിഘ്നേശ്വരൻ്റെ ഈ മന്ത്രം 108 തവണ ജപിക്കുന്നതിലൂടെ ഫലം 4 ഇരട്ടിയാണ്. ആ മന്ത്രം നോക്കാം. ഓം ഗം ഗണപതയേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ഗം ഗണപതയേ നമ. അടുത്തതായി ഗണേശ പ്രീതിക്കായിട്ട് 12 നാമസ്തോത്രം. ഗണേശൻ്റെ സങ്കടഹര ഗണേശ 12 നാമസ്തോത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്ത്യാ വ്യാസം സ്മരേ നിത്യം ആയുഷ്കാമാർത്ഥസിദ്ധയേ പ്രഥമം വക്രതുണ്ടച്ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്ത്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമഞ്ച ഷഷ്ടം വികടമേവച സപ്തമം വിഘ്നരാജഞ്ച ധൂമ്രവർണം തഥാഷ്ടകം നവമം ഫാലചന്ദ്രേച്ഛ ദശമന്തു വിനായകം ഏകാദശം ഗണപതിം ദ്വാദശന്തു ഗജാനനം. ഇവ 3, 7, 9, 108 അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജപിക്കാവുന്നതാണ്. ഏവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. എല്ലാവരുടെയും ജീവിതത്തിലെ വിഘ്നങ്ങളെല്ലാം അകറ്റി സുഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചു കൊള്ളുന്നു. വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.